രഞ്ജിത്ത്, തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന ഇടത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. അങ്ങനെയെങ്കിൽ തുരങ്കപാതയുടെ ഇനി അങ്ങോട്ടുള്ള നിർമ്മാണവും ആശങ്കപ്പെടുന്നതാണ്. ചുരുങ്ങിയ പക്ഷം ഈ കാലാവസ്ഥ അനുകൂലമാവുന്നതുവരെ എങ്കിലും നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുമല്ലോ. അങ്ങനെയൊരു നിർദ്ദേശം നൽകാനും സാധ്യതയില്ലേ? അതാണ് സാഹചര്യം. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ സാഹചര്യം ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ദുരന്ത വ്യാപ്തി ദൃശ്യങ്ങൾ കാണുന്നതാണ്. ആ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നതാണ് അതിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. നമുക്ക് കാണാനാവും ദൂരയിൽ നിന്നും മണ്ണിടിഞ്ഞു വന്ന് ഒരു പ്രദേശത്തെ മൂടുന്ന ദൃശ്യം. ആ പ്രദേശത്തുണ്ടായിരുന്ന കടകൾ, വീടുകൾ അടക്കം മൂടപ്പെട്ടു എന്നതാണ് സാഹചര്യം. രഞ്ജിത്ത് രാമചന്ദ്രൻ തുടരുന്നുണ്ട്. രഞ്ജിത്ത്, തുരങ്കപാതയുടെ നിർമ്മാണത്തിനുള്ള സ്ഥലത്താണ് മണ്ണിടിഞ്ഞത്. അങ്ങനെയെങ്കിൽ അപകടമുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാവുമ്പോൾ ഇനി ഒരു കാലാവസ്ഥ അനുകൂലമാകുന്ന വരേക്കെങ്കിലും തുരങ്കപാതയുടെ നിർമ്മാണം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്ന സ്ഥിതി ഉണ്ടാകും. സർക്കാർ ആ നിർദ്ദേശം നൽകുമെന്ന് കരുതണം. അല്ല, ഇപ്പോൾ ഒരു പ്രധാന പ്രശ്നം ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിഞ്ഞു വീഴുന്നു എന്നുള്ളതാണ്. മുകളിൽ നിന്ന് മണ്ണ് കാര്യമായി ഈ മേഖലയിലേക്ക് ഇടിഞ്ഞു വീഴുന്നത് രക്ഷാപ്രവർത്തകർക്ക് ഒരു തടസ്സമാകുന്നുണ്ട്. ഇപ്പോൾ 5 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 3 പേരുടെ ആരോഗ്യനില സംബന്ധിച്ച് ചില ആശങ്കകൾ വ്യക്തമാക്കുന്നുണ്ട്. തൊഴിലാളികൾ വന്ന ബസ്സിന് മുകളിലേക്കാണ് ഈ മണ്ണിടിഞ്ഞു വീണത്. ഇതിനുള്ളിൽ തൊഴിലാളികൾ ഉണ്ടോ എന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. ആ വാഹനമാണ് ഈ മണ്ണിടിച്ചിൽ പെട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അതിന്റെ വ്യക്തതയൊക്കെ വരേണ്ടതുണ്ട്. ചില ആളുകളെ രക്ഷപ്പെടുത്തിയെന്ന് മാത്രമാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൽ എത്ര പേരെ രക്ഷപ്പെടുത്തിയതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാത്ത പ്രശ്നമാണ്. ഇപ്പോൾ 2 പ്രധാന തടസ്സമെന്ന് പറയുന്നത്, ഒന്ന് അതിശക്തമായ മഴ ഈ പ്രദേശത്ത്. ഇന്നലെ മുതൽ തന്നെ കനത്ത മഴയുണ്ട്. ഇപ്പോഴും മഴയിൽ കാര്യമായ കുറവില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, വീണ്ടും ഈ മേഖലയിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പ്രകൃതി അത്രത്തോളം ക്ഷോഭിച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഈ ആശുപത്രിയിലേക്ക് മാറ്റിയവരുടെ എണ്ണം 5 ആണ് എന്ന നിലയിലുള്ള ചില കണക്കുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അത് സമീപ പ്രദേശങ്ങളിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വലിയൊരു ഭഗീരഥ പ്രയത്നമാണ്. കാരണം തൊട്ടടുത്ത് ആശുപത്രികൾ കുറവാണ്. ഗതാഗത തടസ്സം ഒരു പ്രധാന പ്രശ്നമാണ്. ഒപ്പം ഈ പുഴയിൽ കാര്യമായ ജലമൊഴുക്കുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്ന ഈ തൊഴിലാളികൾ വന്ന ബസ്സിന്റെ മുകളിലേക്കാണ് ഈ മണ്ണിടിച്ച് വീണത് എന്നുള്ളതാണ്. ഈ ബസ്സിനുള്ളിലുള്ള ആളുകളെ രക്ഷപ്പെടുത്തിയോ ഇല്ലയോ എന്ന കാര്യത്തിലും കുറച്ചുകൂടി കാര്യങ്ങൾ ക്ലിയറായി വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ആളുകൾ എന്തായാലും കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ്. തുരങ്കപാത നിർമ്മാണ സ്ഥലത്ത് നിരവധി തൊഴിലാളികളുടെ സാന്നിധ്യം കഴിഞ്ഞ കുറെ നാളുകളായി ഉണ്ടായിരുന്നു. ഈ 2 ദിവസമായി നിർമ്മാണം, കടുത്ത മഴയത്തുള്ള നിർമ്മാണത്തിൽ ചില തടസ്സങ്ങൾ വന്നപ്പോഴാണ് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞത്. ഒരുപക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ആളുകളുടെ എണ്ണം കൂടിയിരുന്നെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപ്തി വല്ലാതെ വർദ്ധിക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായേനെയും എന്നുള്ളതാണ്. ഏതായാലും NDRF സംഘം ഇപ്പോ അല്പസമയത്തിനകം സ്ഥലത്തെത്തും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തൊട്ടടുത്ത് തന്നെ കോഴിക്കോട്ട് നിന്നുള്ള NDRF സംഘമാണ് പുറപ്പെട്ടിരിക്കുന്നത് അങ്ങോട്ടേക്ക്. ഒപ്പം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായി 2 മന്ത്രിമാരോട് എത്രയും പെട്ടെന്ന് വയനാട്ടിലേക്ക് പോകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ടി സിദ്ദിഖ് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് 2 മന്ത്രിമാരെ ഇത്തരത്തിൽ അങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. ഒപ്പം മേപ്പാടി ചുരൽമല റോഡിൽ പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ പ്രദേശത്ത് 265 മില്ലിമീറ്റർ മഴ പെയ്തു എന്നുള്ളതാണ്. അത്ര ശക്തമായ മഴയായിരുന്നു ഇവിടെ പെയ്തുകൊണ്ടിരുന്നത്. അതിനെ തുടർന്ന് ഇന്നലെ മുതൽ പണി നിർത്തിവെക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഏതായാലും മീനങ്ങാടിയിൽ നിന്നുള്ള NDRF യൂണിറ്റ് ഉടൻ സംഭവ സ്ഥലത്തെത്തും. കോഴിക്കോട്ട് നിന്നുള്ള സംഘത്തോടും വയനാട്ടിലെത്താൻ നിർദ്ദേശിച്ച പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രി വയനാട് ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. നിരന്തരം കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കോഴിക്കോട് സംഘം അല്പസമയത്തിനകം എത്തിയേക്കാം. പ്രാണരക്ഷാർത്ഥം ആളുകൾ മണ്ണിടിഞ്ഞ് എത്തുമ്പോൾ ആളുകളൊക്കെ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ്ട് 9ഓളം ആളുകളെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വളരെ പെട്ടെന്നാണ് ഈ സംഭവം ഉണ്ടായത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ കനത്ത മഴ കാരണം മണ്ണിടിച്ചിലും കാരണം കഴിഞ്ഞ 2 ദിവസമായി പണി നിർത്തിവെച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലാതെ തന്നെ 10-50ഓളം തൊഴിലാളികൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഈ മണ്ണിടിച്ചിൽ ഇത്തരം പണികൾ നിർത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ അവിടെ കാര്യമായ വർക്കുകൾ നടക്കാതിരുന്നത്. അതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മുഖ്യമന്ത്രിയും മന്ത്രി ടി സിദ്ദിഖും ഉദ്യോഗസ്ഥരും യോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖ് അല്പസമയത്തിന് മാധ്യമങ്ങളെ കാണുകയും ഇതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയും ചെയ്യും. ഏതായാലും സർക്കാരിന്റെ ഇടപെടൽ ഇതിനകം ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ മീനങ്ങാടി കേന്ദ്രീകരിച്ചു NDRF സംഘത്തെയാണ് എത്രയും പെട്ടെന്ന് അവിടെ എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അതനുസരിച്ചുള്ള നീക്കമാണ് ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. NDRF കൂടി വന്നു കഴിഞ്ഞാലാകും കുറച്ചുകൂടി രക്ഷാപ്രവർത്തനം ഊർജിതമാകുക എന്നുള്ളതാണ് പ്രധാനം. സൈത്ത്, കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.